ചോദ്യം ഏത് ഡീല്? പിന്നെന്താ? അവര് തമ്മിലല്ലേ ഡീല്? ചോദ്യം എന്താ? മൂർഖം പാമ്പും താമരയും കൂടിയിട്ടല്ലേ ഇപ്പൊ ഡീല്? ശരി ശരി. ജമാൽക്ക് ഇവിടെ ചോദിച്ചു 91 നിങ്ങൾ CPM പിന്തുണയോടുകൂടി അല്ലേന്നൊക്കെ ചോദിച്ചു. 1971 എനിക്കൊന്ന് ജമാൽക്ക് അന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ജമാൽക്കുടെ പ്രായം വെച്ചിട്ട് അന്ന് നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത്? ചിഹ്നത്തിന് തന്നെ വോട്ട് ചെയ്ത്? അന്ന് ആർക്കാ വോട്ട് ചെയ്ത്? അന്ന് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല. 1971 ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് പിന്തുണച്ചേ. ഓർമ്മശക്തി കുറയും, പ്രായമായവരെയല്ലേ. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷം കിട്ടും. ഇവിടെ കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയപ്പോ കോണകം പാറിയ കഥ പറയരുത്. ഇവിടെ നിങ്ങള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഇവിടെ ചോദിച്ചിരുന്നു. 1-2 കാര്യങ്ങൾ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഷാഫി പറമ്പിൽ MLA ഞാൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്? ഞാനിതൊക്കെ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. അതേ സമയത്ത് ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ. അതേ സമയത്ത് അവർക്ക് ആ മെഡിക്കൽ കോളേജിൽ ചികിത്സ ആരംഭിക്കാത്തതിന് വേണ്ടി ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയോ MLA നേതൃത്വത്തിൽ എന്തേ ആ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്നില്ല? ഇത്തരത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പറയണം. നമുക്ക് പാലക്കാട് കോർപ്പറേഷൻ ഉണ്ടാവുമോ? ഇവിടെ പാലക്കാട് വികസനം കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. നാത്താൻ കേസുകൂടെ എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കി. ആ സിനിമ ഇറക്കിയതിലെ കേരളത്തിൽ മുഴുവനുള്ള റോഡുകളുടെ കുഴിയെ കുറിച്ച് പറയുന്നുണ്ട്. ചോദ്യങ്ങളിലേക്ക് പോവാം. ചേട്ടാ ക്വസ്റ്റ്യൻ. എനിക്ക് കോൺഗ്രസിന്റെ വക്താവിനോട് ചോദിക്കാനുള്ളത്, ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇവിടെയും ഭരണമില്ല, അവിടെയും ഭരണമില്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 3 തവണ ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചത്. അല്ല, ഈ BJP-കാരുടെ ഒരു ചിന്തയുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഈ BJP-കാരുടെ വിചാരം എന്താണെന്നറിയോ? ഈ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നതാണ് പാലക്കാട് നിയോജക മണ്ഡലം. ഇതാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന BJP-യാണ്. അല്ല, പണി പിന്നെയും പാളി. എങ്ങനെ ജയിച്ചു എന്ന് AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ജയിച്ചെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? കോൺഗ്രസ് മാറി മാറി കേരളം ഭരിക്കുന്നു. ഇതുവരെയ്ക്കും അരി, പലവ്യഞ്ജനം, പച്ചക്കറി എല്ലാം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ സമീപിക്കുന്നത്. എന്ത് വ്യവസായങ്ങളെയാണ് നിങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? തൊഴിലില്ലായ്മയെ കുറിച്ച് പറയാൻ കഴിയില്ല. പ്രതിവർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന RSS നിയന്ത്രിക്കുന്ന BJP-യുടെ ഗവൺമെന്റ് 10 വർഷം പിന്നിടുമ്പോ ഒരു മനുഷ്യന് തൊഴിൽ കൊടുത്തില്ല. എന്നാണ് ഈ പറയുന്നത്? പെട്രോളിന് അല്ല, 2% സെസ് കൂട്ടിയ ആൾക്കാരാണ്. ആ പെട്രോളിന് ഡീസലിന് 2% സെസ് കൂട്ടി പെട്രോളിന് നീ എന്നാ നോക്ക്, എന്നിട്ട് സ്വയം നന്നാക്കിയാ മതി. എങ്ങനെ വിമർശിച്ച കോൺഗ്രസിന് കൊണ്ടോ? അതാണ് ഡീല്. അതാണ് ഡീല്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയോ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ജാഗ്രതയിൽ ഇറങ്ങി നടക്കുന്ന ആളുകളാണ്. 6 പതിറ്റാണ്ട് ഇന്ത്യ കട്ടുപിടിച്ചു. 6 പതിറ്റാണ്ട് ഇലക്ട്രൽ ബോണ്ടിലെ മോദിയുടെ അഴിമതി പറഞ്ഞു പോട്ടെ. കോവിഡ് വാക്സിൻ നമ്മളൊക്കെ അടിച്ചു അല്ലേ? വാക്സിൻ അടിച്ചു. കോവിഡ് വാക്സിനാ എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത്. വെറുതെ കിടന്ന് ഉരുളാദാശന. ഇലക്ടറൽ ബോണ്ടിൽ ചോദ്യം പറഞ്ഞു. കോടതി പറഞ്ഞു. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? നിങ്ങൾ പറയും.
3 പ്രാവശ്യം ഷാഫി പറമ്പില് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാണെന്ന് 4ാം തവണ തോൽക്കും എന്ന് പറഞ്ഞിട്ടാണോ വടകരയ്ക്ക് അയച്ചത് ഷാഫി പറമ്പിലിനെ? അതിനുള്ള മറുപടി പറയണം. എന്റെ കർത്താവ് ഇതിനൊന്നും ഒരു അറുതിയില്ലയോ? വോട്ട് പരസ്യമായി പറഞ്ഞില്ലേ? പരസ്യമായി പറഞ്ഞില്ലേ? കാര്യം സോയ ജോസഫിനോടല്ല, പ്രശാന്ത് ശിവനോട് ചോദിക്കണം. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങളുടെ എന്നോട് ചോദിക്കുന്നത് രണ്ടുപേരും തല്ലുകൂടുന്ന കാര്യമില്ല. വാളയാറ് കഴിഞ്ഞ 2 പേരും കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരാ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ വാസ്തവത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പരസ്പരം BJP ബാന്ധവം ആക്ഷേപിക്കുന്നത് ഈ സംശയ രോഗികളായിട്ടുള്ള ഭാര്യയും ഭർത്താവും പരസ്പരം ആക്ഷേപിക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഭാര്യ പറയുന്നു, ഭർത്താവ് പറയുന്നു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പരസ്പരം സംശയിക്കുന്നത്? വിവാഹ ബന്ധവുമായി മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നേ. തൊഴിലില്ലായ്മയെ പറ്റി ഒന്ന് പറയട്ടെ, അതൊന്ന് പറഞ്ഞിട്ട് പോകാം. രണ്ടുപേരും കൂടി ചോദിച്ചാൽ PM റോസ്കർ മേള എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ 3-4 മാസം കൂടുമ്പോൾ നടക്കുന്നുണ്ട്. 51,000 71,000 പേർക്ക് 2022 ഒക്ടോബർ മുതൽ നരേന്ദ്രമോദി സർക്കാർ തൊഴിൽ നൽകുന്നുണ്ട്. ഇല്ല എന്ന് ഇവർക്ക് പറയാം. ഇവരുടെ രാഷ്ട്രീയം കാരണം എന്റെ കട പൂട്ടാറായി, ഒരു നമ്പർ കേൾക്കുന്നില്ല. ഇവരുടെ രാഷ്ട്രീയം, ഒരു മിനിറ്റ് മറുപടി പൂർത്തിയാക്കട്ടെ. ഇവരുടെ രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ ഇവർ പറയാം. ഞാൻ അതിന്റെ തെളിവ് സഹിതം ഇവിടെ റോസ്കർ മേളയുടെ കാര്യം തെളിയിക്കാം. പക്ഷേ നേരത്തെ ഇവർ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിൽ BJPയും നരേന്ദ്രമോദിയും അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ തെളിവുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ ഹാജരാക്കൂ. എന്താ ഉറക്കം വരുന്നു? BJP ഭരിക്കുന്ന സംശയമുണ്ടോ? അതിനുള്ള മറുപടിയാണ് പറയുന്നത്. മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറയട്ടെ. നിങ്ങളിവിടെ ഇവിടെ അവനിവനെന്ന് സംസാരിക്കരുത്. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ. ചർച്ചയിലെ മാന്യത ഭാഷ ഉപയോഗിക്കണം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.